ബോല അധ്വാനിയും സത്യസന്ധനുമായ കർഷകനായിരുന്നു. എന്നാൽ ജന്മി കള്ളത്തരത്തിൽ അവന്റെ വയൽ കൈക്കലാക്കി. ഇപ്പോൾ ബോല ജന്മിയുടെ വയലിൽ കഠിനമായി അധ്വാനിച്ചു. അതിനു പകരമായി, ഇതാ നിനക്കുള്ള കൂലി. പിന്നെ നാളെ രാവിലെ തന്നെ വയലിൽ ജോലിക്ക് വന്നോണം. മുതലാളി, ഈ കൂലി വളരെ കുറവാണല്ലോ. കുറച്ചുകൂടി കാശ് കിട്ടിയിരുന്നെങ്കിൽ വീട്ടിൽ അരിയും പരിപ്പും ഒക്കെ വാങ്ങിക്കായിരുന്നു. ജന്മി കണ്ണുരുട്ടിക്കൊണ്ട് ബോലയെ വഴക്കു പറഞ്ഞു. എന്നിട്ട് ചാട്ടവാറുകൊണ്ട് അവന് 2-3 അടി കൊടുത്തു. വേദനയും താങ്ങിക്കൊണ്ട് പാവം ബോല തന്റെ വീട്ടിലേക്ക് പോയി. എന്താ ഉണ്ടായത്? മുതലാളി എന്നെ ഒരുപാട് തല്ലി. കൂലി പോലും നേരെ ചുവ തരുന്നില്ല. എന്റെ കുട്ടികളുടെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ എങ്ങനെയാ ഇനി നിറവേറ്റി കൊടുക്കുന്നത്? ഉത്സവം വരാൻ പോവുകയല്ലേ. 2 നേരത്തെ ആഹാരം പോലും നമുക്ക് കഴിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഇനി എന്താണ് സംഭവിക്കുക? അകലെ നിന്നിരുന്ന ദീപു എല്ലാം കേട്ടു. അവന് തന്റെ അച്ഛന്റെ സ്ഥിതി ഇഷ്ടപ്പെട്ടില്ല. അവനും അച്ഛന്റെ കൂടെ വയലിൽ അധ്വാനിക്കാൻ ആരംഭിച്ചു. ആ ദീപു, ആ കല്ലില്ലേ അതവിടെ നിന്ന് എടുത്ത് മാറ്റിയേക്ക്. പിന്നെ വീടിന്റെ മുൻഭാഗം നന്നായി വൃത്തിയാക്കിയേക്ക്. അവിടെ കുറെ പുല്ലുകളൊക്കെ മുളച്ചിട്ടുണ്ട്. അവിടെയെല്ലാം അടിച്ചു വാരിക്കൊണ്ടിരുന്ന ദീപുവിന് അവിടെ നിന്ന് മുറിഞ്ഞുപോയ ഒരു പട്ടം കിട്ടി. അതൊരു സാധാരണ പട്ടമാണെന്ന് കരുതി ദീപു അത് വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഫെവിക്കോൾ കൊണ്ട് അത് നന്നായി ഒട്ടിച്ചു, ഭദ്രമായി സൂക്ഷിച്ചു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞു. അവൻ ആ പട്ടത്തിൽ ശ്രദ്ധിച്ചതേയില്ല. കാരണം അതൊരു സാധാരണ പട്ടമാണെന്നാണ് അവൻ കരുതിയത്. ഒരു ദിവസം ബോലയും ദീപുവും വയലിൽ ജോലി ചെയ്യാനായി പുറപ്പെട്ടു. മീന വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന മുന്ന ആ മുറിയിലേക്ക് വന്നു. അവൾ ആ പട്ടവും എടുത്ത് പുറത്ത് തോട്ടത്തിലേക്ക് പോയി. അവിടെ നിന്നുകൊണ്ട് അവൾ ആ പട്ടം പറപ്പിക്കാൻ ശ്രമിച്ചു. പട്ടം മേലോട്ടുയർന്നപ്പോൾ പട്ടത്തിന്റെ സൈസ് വലുതായി. ആ പട്ടത്തെ താഴോട്ടിറക്കിയപ്പോൾ അത് വീണ്ടും ചെറുതായി. പ്രിയപ്പെട്ട പട്ടമേ, നീ എന്റെ കൂടെ എന്താ കളിക്കുന്നത്? എന്റെ പൊന്നല്ലേ, നീ ഒന്ന് മേലോട്ട് പറക്ക്. ആ മാന്ത്രിക പട്ടത്തിന്റെ കൂടെ മുന്ന കളിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് കുറ്റിക്കാട്ടിനുള്ളിൽ നിന്ന് ഒരു നീണ്ട സർപ്പം അവിടേക്ക് വന്നു. സർപ്പത്തെ കണ്ട് മുന്ന പേടിച്ചു. എന്നിട്ട് അവൾ ഉറക്കെ നിലവിളിച്ചു, രക്ഷിക്കണേ, രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. അവൾ കയ്യിലുണ്ടായിരുന്ന പട്ടത്തെ വിട്ടു. മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന പട്ടം ഭീമാകാരമായി. അതിന്റെ നൂല് കയറുമാതിരിയായി. സർപ്പം മുന്നയെ കടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ പട്ടത്തിന്റെ കയറ് സർപ്പത്തെ ചുറ്റി. കുറച്ചു നേരം കൊണ്ട് സർപ്പം ചത്തു. മുന്ന കരയുന്ന ശബ്ദം കേട്ട് മീന അകത്തു നിന്നും പുറത്തേക്ക് ഓടി വന്നു. അവൾ മുന്നയെ കെട്ടിപ്പിടിച്ചു പട്ടവും കൊണ്ട് വീട്ടിനകത്തേക്ക് ചെന്നു. പട്ടത്തിന്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് കേട്ട് അവൾ വിശ്വസിച്ചില്ല. വൈകുന്നേരം മീനയും മുന്നയും പട്ടത്തെക്കുറിച്ച് ബോലയോടും ദീപുവിനോടും പറഞ്ഞു. അതൊരു സാധാരണ പട്ടമല്ലെന്ന് അവർക്ക് മനസ്സിലായി. പകരം അതൊരു മാന്ത്രിക പട്ടമാണെന്നും. இப்ப இந்த காத்தாடி நான் எங்கெல்லாம் போவேனோ அது என் கூடவே வரும். ഞാൻ സത്യസന്ധന്മാരുടെ കൂടെയാണ് താമസിക്കുക. മനസ്സിൽ യാതൊരു കളങ്കവും ഇല്ലാത്തവരുടെ കൂടെ താമസിക്കും. ഒരു ദിവസം എന്താണുണ്ടായതെന്നോ? അന്ന് പൗർണമിയായിരുന്നു. പട്ടം ദീപുവിന്റെ കൂടെ കിടക്കയിൽ കിടന്നു. പെട്ടെന്ന് ആ പട്ടത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു പ്രകാശം മിന്നാൻ തുടങ്ങി. ദീപു കണ്ണു തുറന്നു. അവൻ അച്ഛനെയും അമ്മയെയും വിളിച്ചു. മാന്ത്രിക പട്ടത്തിൽ നിന്നും വരുന്ന പ്രകാശം കാണിച്ചു കൊടുത്തു. എല്ലാവരും അത്ഭുതത്തോടെ ആ പ്രകാശത്തെ നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പട്ടം വീണ്ടും കിടക്കയിൽ കിടന്നു. ദീപു പട്ടത്തെ വീണ്ടും കയ്യിലെടുത്തു. അപ്പോൾ പട്ടമുണ്ടായ സ്ഥലത്ത് ഒരു സ്വർണ്ണ നാണയം കിടക്കുന്നത് കണ്ടു. ഇത് இந்த மாய காத்தாடி கொடுத்தது. இது எவ்வளவு அழகா இருக்குல்ல? മാന്ത്രിക പട്ടമേ, നീ കാരണം ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ അവസാനിക്കും. അതിനുശേഷം ബോലയുടെ കുടുംബത്തിന് 3-4 സ്വർണ്ണ നാണയങ്ങൾ കിട്ടി. ബോലയും ദീപുവും ജന്മിയുടെ അടുത്ത് ജോലി ചെയ്യുന്നത് നിർത്തി. അങ്ങനെ ഒരു ദിവസം, മുതലാളി, എന്റെ സ്ഥലം എനിക്ക് തിരിച്ചു തന്നേക്ക്. അല്ല, അതിനു മാത്രം എന്ത് നിധിയാ നിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നെ? ഇപ്പൊ നിന്നെ എന്റെ വയലിൽ ജോലി ചെയ്യാനൊന്നും കാണാറില്ല, അതുകൊണ്ട് ചോദിച്ചതാ. മുതലാളി, ദീപുവിന് മാന്ത്രിക ശക്തിയുള്ള ഒരു പട്ടം കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് സ്വർണ്ണ നാണയങ്ങൾ തരും. നിന്റെ കയ്യിൽ മാന്ത്രിക പട്ടമുണ്ടെന്ന് എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നീയും നിന്റെ മോനും ചേർന്ന് എന്തോ മോഷ്ടിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. ഇല്ല മുതലാളി, ഞാൻ പറയുന്നതെല്ലാം സത്യമാ. ജന്മി പോലീസിനെ വിളിച്ചു. എന്നിട്ട് ബോലയെ അവരെ ഏൽപ്പിച്ചു. വൈകുന്നേരം ബോല വീട്ടിലേക്ക് തിരിച്ചു വരാഞ്ഞപ്പോൾ ദീപു ജന്മിയുടെ വീട്ടിൽ ചെന്ന് നോക്കി. നിങ്ങൾ രണ്ടുപേർക്കും അഹങ്കാരം കുറച്ച് കൂടിയിരുന്നു. നിന്റെ അച്ഛനെ ഞാൻ തന്നെയാ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച്. இல்ல முதலாளி, எங்க அப்பா நிரபராதி. அவர் மேல போட்டுக்கிற கேஸை திருப்பி வாங்கிடுங்க. ദീപു വല്ലാതെ കരഞ്ഞു. പക്ഷെ അതുകൊണ്ടൊന്നും ജന്മി ഇളകിയില്ല. അല്ല, നിനക്കെന്തോ മാന്ത്രിക പട്ടം കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടല്ലോ, അതൊക്കെ സത്യമാണോ? ஆமா இருக்கு. അതെനിക്ക് തന്നേക്ക്.
முதலாளி தயவு செஞ்சு அந்த காத்தாடியை மட்டும் கேட்காதீங்க. அது ஒண்ணுதான் எங்க ஏழ்மையை போக்குது. ജന്മി ദീപുവിനെ കള്ളന്റെ മകനെന്നും പറഞ്ഞു അടിച്ചു. എന്നിട്ട് വീട്ടിൽ നിന്നും അവനെ പുറത്താക്കി. ഇതൊക്കെ ചെയ്തിട്ടും ജന്മിയുടെ ദേഷ്യം അടങ്ങിയില്ല. മാന്ത്രിക പട്ടത്തെ കൈക്കലാക്കാനുള്ള വഴി അയാൾ ആലോചിച്ചു. രാത്രി അയാൾ തന്റെ ഗുണ്ടകളെ ബോലയുടെ വീട്ടിലേക്ക് അയച്ചു. പട്ടം ദീപുവിന്റെ അടുത്തു തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ഗുണ്ടകൾ വീട്ടിനകത്ത് കയറിയപ്പോൾ മാന്ത്രിക പട്ടം അത് മനസ്സിലാക്കി. മാന്ത്രിക പട്ടം എഴുന്നേറ്റ് വലുതായി. അത് തന്റെ നൂൽ നീട്ടി ഗുണ്ടകളെ രണ്ടുപേരെയും വരിഞ്ഞു കെട്ടി വലിച്ചു. ദീപുവും മീനയും ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാം ആ ശബ്ദം കേട്ട് ഓടിയെത്തി. എല്ലാവരും മാന്ത്രിക പട്ടത്തിന്റെ അത്ഭുത സിദ്ധി നേരിൽ കണ്ടു. മാന്ത്രിക പട്ടം തന്റെ നൂലുകൊണ്ട് രണ്ട് ഗുണ്ടകളെയും കെട്ടി വരിഞ്ഞ് കഷ്ടപ്പെടുത്തി. അവർ വേദന കൊണ്ട് പൊളഞ്ഞു. അവർ ദീപുവിനോടും മുന്നയോടും മാപ്പ് ചോദിച്ചു. അപ്പോൾ ദീപു പട്ടത്തോട് പറഞ്ഞ് അവരെ വിട്ടയച്ചു. അവർ വേദന കൊണ്ട് കരഞ്ഞ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ആ പട്ടത്തിന്റെ കയ്യിൽ നിന്ന് അടിയും മേടിച്ചോണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾ എനിക്ക് നാണക്കേടുണ്ടാക്കി. എങ്ങനെയെങ്കിലും ആ പട്ടം എനിക്ക് കിട്ടിയേ മതിയാകൂ. ദീപു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തന്റെ അച്ഛനെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നു. അവർ രണ്ടുപേരും വീട്ടിലെത്തി. പക്ഷെ ജന്മിക്ക് സ്വസ്ഥതയില്ലായിരുന്നു. അയാൾ കോപം കൊണ്ട് വിറച്ചു. ബോലയ്ക്ക് ജാമ്യം കിട്ടിയോ? അയാളുടെ ഗുണ്ടകളും കയ്യിലൊന്നുമില്ലാതെയാണ് വന്നിരിക്കുന്നത്. ഒരു ദിവസം ജന്മി ദീപുവിനെ തന്റെ മാന്ത്രിക പട്ടവും കൊണ്ട് അയാളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. പകരം വയൽ തിരിച്ചു തരാമെന്ന് അയാൾ പറഞ്ഞു. ദീപു മാന്ത്രിക പട്ടം പറത്തിക്കൊണ്ട് ജന്മിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ദീപു, നിന്റെ പട്ടം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അകത്ത് നിന്റെ വീടിന്റെ ആധാരം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ചെല്ല്, ചെന്ന് നിന്റെ ആധാരം വേണമെങ്കിൽ എടുത്തോളൂ. ദീപുവിന് തന്റെ മാന്ത്രിക പട്ടം വിട്ടുകൊടുക്കാൻ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ജന്മി പറഞ്ഞു, ആ പട്ടം ഈ മരത്തിൽ എവിടെയെങ്കിലും കെട്ടിയിട്ടേക്ക്. നിന്റെ പട്ടം എവിടെയും പോകില്ല. ദീപു ചെന്ന് തങ്ങളുടെ വയലിന്റെ പ്രമാണം എടുത്തുകൊണ്ടുവന്നു. ഇപ്പൊ കണ്ടോ മാന്ത്രിക പട്ടമേ, നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ? നീ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. അയാൾ ലൈറ്റർ ഓൺ ചെയ്ത് മാന്ത്രിക പട്ടം കത്തിച്ചു. ദീപു വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഈ കാഴ്ച കണ്ട് നിലവിളിച്ചു. അവന്റെ പട്ടത്തിന്റെ ഒരു കോണിൽ തീ പിടിച്ച് അത് കത്തിക്കൊണ്ടിരുന്നു. എന്നെ വേഗം ഈ മരത്തിൽ നിന്നും പുറത്തെടുക്ക്. ദീപു മാന്ത്രിക പട്ടത്തെ വിമോചിപ്പിച്ചു. മാന്ത്രിക പട്ടം പെട്ടെന്നൊരു ഭീകരരൂപിയായി. അത് ജന്മിയുടെ പിറകെ പോകാൻ തുടങ്ങി. ജന്മിയുടെ വസ്ത്രത്തിൽ തീ പിടിച്ചു. അതിനുശേഷം മാന്ത്രിക പട്ടത്തിലെ തീ കെട്ടുപോയി. എന്നാൽ പട്ടത്തിന്റെ രൂപം വലുതായിരുന്നതുകൊണ്ട് ജന്മിയുടെ മേൽ പിടിച്ചിരുന്ന തീ കെട്ടില്ല. കത്തിക്കൊണ്ടിരുന്ന തീ അണയ്ക്കാനായി ജന്മി വെള്ളത്തിലേക്ക് ചാടി. വെള്ളത്തിന് ശക്തിയായ ഒഴുക്കുണ്ടായിരുന്നതുകൊണ്ട് അയാൾ വെള്ളത്തിൽ മുങ്ങി താണു. രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. അപ്പോഴേക്കും ഗ്രാമത്തിലുള്ളവരെല്ലാം അവിടെ കൂടി. ബോലയും മീനയും മുന്നിയും അവിടെ എത്തി. ജന്മിയുടെ സ്ഥിതി വളരെ മോശമായിരുന്നു. ജന്മിയെ രക്ഷിക്കാൻ ദീപു മാന്ത്രിക പട്ടത്തോട് അപേക്ഷിച്ചു. മാന്ത്രിക പട്ടം തന്റെ നൂൽ കയറുപോലെയാക്കി ജന്മിയെ കെട്ടിവരിഞ്ഞ് മുകളിലേക്കെടുത്തു. ജന്മി രക്ഷപ്പെട്ടു. എന്നിട്ട് ജന്മി അവരോട് പറഞ്ഞു, ദീപു, ഞാൻ നിന്നോട് എന്തുമാത്രം തെറ്റുകളാണ് ചെയ്തത്. എന്നിട്ടും നീ എന്റെ ജീവൻ രക്ഷിച്ചല്ലോ. இதெல்லாம் பெரிய விஷயமே இல்லைங்கய்யா. எங்க கிராமத்துக்கே வட்டி கொடுக்கறவர் நீங்க. இப்ப நாம எல்லாரும் ஒண்ணுதான். ഞാൻ നിങ്ങളോടെല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. ഇനി തൊട്ട് ഞാൻ ഒരു കർഷകനും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുകയില്ല. അവിടേക്ക് പോലീസുകാരെത്തി. ജന്മി ബോലയുടെ മേലുണ്ടായിരുന്ന കേസ് പിൻവലിച്ചു. അതോടൊപ്പം തന്നെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും വയലുകൾ തിരിച്ചുകൊടുത്തു. ദീപുവും മുന്നിയും ബോലയും മീനയും അവരുടെ കൂടെ മാന്ത്രിക പട്ടവും സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് തിരിച്ചുപോയി.